പഞ്ചസാരയുടെ ഉപയോഗത്തെക്കുറിച്ച് തന്നെയാണ് ഞാനിന്ന് പറയുന്നത്. ഇപ്പോൾ ഉള്ള ഡോക്ടർമാരെല്ലാവരും നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ് പഞ്ചസാര പൂർണ്ണമായിട്ട് നിർത്തണം. അതിൽ നല്ലൊരു മാറ്റം നിങ്ങളുടെ ശരീരത്തുണ്ടാകും എന്ന്. അപ്പം നമ്മൾക്ക് ഇത്രയും വർഷം 30, 35, 40 അത്രയും വർഷമൊക്കെ നമ്മൾ ഉപയോഗിച്ച് നമ്മളോട് ഇപ്പോൾ ഒരു പഞ്ചസാര ഒഴിവാക്കാൻ പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ? കാരണം നമ്മൾ കഷ്ടപ്പെട്ടൊക്കെ നിർത്തണേ. ആദ്യം ഒക്കെ ഇപ്പം നമ്മളെക്കൊണ്ട് പറ്റില്ല. പിന്നെ പിന്നെ നമ്മൾ ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിച്ച് കഴിയുമ്പോൾ പതുക്കെ പതുക്കെ അത് മാറ്റാമെന്നോർക്കും. അങ്ങനെ നമ്മള് പരമാവധി ചിലപ്പോൾ 2 നേരം കഴിക്കണത് 1 നേരാക്കും. പിന്നെ അങ്ങനെ അങ്ങനെ കുറച്ച് കുറച്ച് നമ്മളത് മാറ്റിയെടുക്കും. എനിക്ക് പറയാനുള്ളത് ഇനി വരുന്ന തലമുറ കുഞ്ഞുങ്ങള് ഇവ ഇപ്പൊ ജനിക്കുന്നൊക്കെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം അമ്മമാരോടാണ് ഞാൻ പറയുന്നത്. ഈ സാധനം ഉപയോഗിച്ചിട്ട് നിർത്താൻ കഷ്ടപ്പെടുത്തുന്നതിലും നല്ലത് ഈ കുട്ടികൾക്ക് ഇത് കൊടുക്കുകയേ ചെയ്യരുത്. പഞ്ചസാര എന്താന്ന് പോലും അവരറിയരുത്. അവർക്ക് നിങ്ങളായിട്ട് അവർക്കത് കൊടുക്കാതിരിക്കുക. ഇനി കാലങ്ങൾ കഴിയുമ്പോൾ അവർക്കത് വേണം, അവർ വലുതായി കഴിയുമ്പോൾ വേണം എന്ന് പറഞ്ഞാൽ അതിന്റെ ഗുണത്തെയും ദോഷത്തെയും കുറിച്ച് അവർക്ക് മനസ്സിലാവണ ഒരു പ്രായത്ത് വേണമെങ്കിൽ അവരെടുക്കട്ടെ. അതുവരെ നിങ്ങളായിട്ട് ഈ കുട്ടികൾക്ക്, ഇനി വളർന്നു വരുന്ന കുട്ടികൾക്ക് പഞ്ചസാരയുടെ ഉപയോഗം ഉപയോഗിക്കുകയേ ചെയ്യരുത്. അവർക്കത് എന്താന്ന് നുണയാൻ പോലും കൊടുക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. ഇത് കഴിച്ചിട്ട് നിർത്താന്ന് പറഞ്ഞാൽ കുറേ കഷ്ടപ്പെട്ടാണ് നിർത്തുന്നത് എല്ലാവരും തന്നെ. അപ്പൊ ആ ഒരു ടേസ്റ്റ് അവരറിയണ്ട, അവർക്ക് ആ രുചി എന്താന്ന് അറിയണ്ട. അതായത് ഉപ്പായാലും ഇപ്പൊ ചോക്ലേറ്റ് ഇതൊന്നും നമ്മൾ കൊടുക്കരുതെന്നല്ലേ പറയണേ. ഇതൊക്കെ അവരുടെ അറിവാകുമ്പോൾ അവർക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ അവർ കഴിച്ചോട്ടെ. അപ്പൊ നമ്മൾ പിടിച്ചാൽ ചിലപ്പോൾ കിട്ടില്ല. പക്ഷെ നമ്മളുടെ കയ്യിൽ നിൽക്കുന്നിടത്തോളം കാലം പഞ്ചസാര എന്ന് പറയുന്ന സാധനം കൊടുക്കാതിരിക്കാൻ നോക്കുക. ഇത് എനിക്ക് തോന്നിയൊരു കാര്യമാണ് കേട്ടോ. എല്ലാ അമ്മമാരും ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു.